ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരെയും ഈ ആരാധനയിലേക്ക് സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വീണ്ടും അടുത്ത ഒരു കംപ്ലീറ്റ് ലോക്ക്ഡൌൺ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ദൈവത്തിൽ ആശ്രയിപ്പാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്കായിരിക്കുന്ന ഇടങ്ങളിൽ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. സ്നേഹവാനും പരിശുദ്ധനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, മനോഹരമായ വിശുദ്ധ ദിവസത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ പല ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ഞങ്ങളെ അങ്ങ് സഹായിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആരാധനയ്ക്ക് യോഗ്യനായ അങ്ങയുടെ സന്നിധിയിൽ എവിടെ ഇരുന്നാലും കർത്താവെ, അങ്ങേ അവിടെ ഇരുന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ അങ്ങ് സഹായിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ചല്ല എങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ വസിക്കുന്നതിനായി നന്ദി കരയറ്റുന്നു. ഈ കർത്താവെ, ഞങ്ങളുടെ ഈ ആരാധനയും ആദ്യ അവസാനത്തോളം അങ്ങയുടെ കൃപയും കാവലും കൂടെ ഇരിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടെന്നാൽ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനം 37 പാടും. കീർത്തനം 37. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം നിന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ ആദരങ്ങളെ തുറക്കണമേ. ഞങ്ങളുടെ വായന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈനികളുടെ ദേവായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ.
ആകാശവും ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവനാമത്തെ ഒന്നിനും വരുവാനിരിക്കുന്നവരും വാഴ്ത്തപ്പെടുവാനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട വീണ്ടെടുപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ നിന്ന് മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ആത്മീയ വരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവികാര്യങ്ങളിൽ ഞങ്ങൾ പ്രയോജനമുള്ളവരായി തീരുമാനം നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തീർക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. സർവശക്തി മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതമായ ആളുകളെ തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സന്തോഷങ്ങളെയും വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധകൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്താത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളെ സൗഖ്യമില്ല. മനുഷ്യന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കണ്ടുകൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നതോട് ക്ഷമിക്കണം. ഞങ്ങളുടെ കർത്താവായ യേശു മൂലം നീ മനുഷ്യർക്കത്തോടെ അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, എന്റെ പരിശുദ്ധനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ഭക്തിയും നീതിയുടെ സ്വഭാവത്തോടും നടക്കേണ്ടത് ക്രിസ്തു തൻ കൃപ ചെയ്യണമേ. ആമേൻ. കരുണയുടെ കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്ത മനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവദിന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിപ്പീൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ഇപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ വായിച്ചു കേൾക്കാം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം വിഷയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ദൈവവചനം കേൾപ്പി. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരിക്കുന്നു. സറാഫുകൾ അവന് ചുറ്റും നിന്നും ഓരോരുത്തന് 6 ചിറക് ഉണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറഞ്ഞു, ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മര പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഞാൻ,
എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്തു കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അത് എന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ 1-ാം പാഠം അവസാനിക്കുന്നു. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തന വേദപാഠം സങ്കീർത്തനം 148, സാംസ് 148. യഹോവയെ സ്തുതിപ്പിൻ, സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പിൻ, അവന്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പിൻ, അവന്റെ സർവ്വസൈന്യവുമേ അവനെ സ്തുതിപ്പിൻ, സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പിൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവയെ അവനെ സ്തുതിപ്പിൻ, സ്വർഗാതിസ്വർഗവും ആകാശത്തിനു മീതെയുള്ള വെള്ളവും ആയുള്ളവയെ അവനെ സ്തുതിപ്പിൻ. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കയാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ അവയെ സദാകാലത്തോളം സ്ഥിരമാക്കി ലംഘിക്കരുതാത്ത ഒരു നിയമം വെച്ചുമിരിക്കുന്നു. തിമിംഗലങ്ങളും എല്ലാ ആഴികളുമായുള്ളവയെ ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ. തീയും കന്മഴയും ഹിമവും ആവിയും അവന്റെ വചനമനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവദാരുക്കളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പറവജാതികളും ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവന്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്. അവന്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. തന്നോട് അടുത്തിരിക്കുന്ന ജനമായി ഇസ്രായേൽ മക്കളായ തന്റെ സകല ഭക്തന്മാർക്ക് പുകഴ്ചയായി അവൻ സ്വജനത്തിന് ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ, ആദിയിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. Today's second lesson is taken from Revelation chapter 4 verses 1 to 11. Revelation chapter 4 verses 1 to 11. After this I looked, and there before me was a door standing open in heaven. And the voice I had first heard speaking to me like a trumpet said, "Come up here, and I will show you what must take place after this." At once I was in the Spirit, and there before me was a throne in heaven with someone sitting on it. And the one who sat there had the appearance of jasper and carnelian. A rainbow resembling an emerald encircled the throne. Surrounding the throne were 24 other thrones, and seated on them were 24 elders. They were dressed in white and had crowns of gold on their heads. From the throne came flashes of lightning, rumblings, and peals of thunder. Before the throne 7 lamps were blazing. These are the 7 spirits of God. Also before the throne there was what looked like a sea of glass, clear as crystal. In the center, around the throne, were 4 living creatures, and they were covered with eyes in front and in back. The first living creature was like a lion. The second was like an ox. The third had a face like a man, and the fourth was like a flying eagle. Each of the 4 living creatures had 6 wings and was covered with eyes all around, even under his wings. Day and night they never stopped saying, "Holy, holy, holy is the Lord God Almighty, who was and is to come." Whenever the living creatures give glory, honor, and thanks to him who sits on the throne and who lives forever and ever, the 24 elders fall down before him and who sits on the throne and worship him who lives forever and ever. They lay their crowns before the throne and say, "You are worthy, our Lord and God, to receive glory and honor and power, for you created all things, and by your will they were created and have their being." Here ends the second lesson. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. Gospel according to St. John chapter 4 verses 16 to 26.
യേശു അവളോട്, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കാം. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്ത്രീ അവനോട്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടത് ജീവിക്കുന്ന ക്രിസ്തുവിന്റെ ജീവൻ നൽകുന്ന സുവിശേഷം. ജ്ഞാനകീർത്തനം 191, ഹിം 191. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ ദൈവമായ കർത്താവെ, അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ അങ്ങ് ഞങ്ങളെ ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, അല്പസമയം അടിയങ്ങൾ വചനം ധ്യാനിക്കുമ്പോൾ അങ്ങയുടെ കൃപയും കാവലും ഞങ്ങളോടുകൂടി ഇരിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
വീണ്ടും ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ വലിയവനായ ദൈവം നമുക്ക് നൽകിയ സാവകാശത്തിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ, കംപ്ലീറ്റ് ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ആയിരിക്കുന്നു. ഭവനങ്ങളിലായിരുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കുന്നുവല്ലോ. നമ്മുടെ ആരോഗ്യത്തെയൊക്കെ ദൈവം കാത്തു പരിപാലിക്കുന്നതിനായി നന്ദി കരയറ്റുകയും ചെയ്യുന്നു. എല്ലാ മതവിഭാഗങ്ങളുടെയും പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ് ആരാധന എന്നുള്ളത്. പ്രത്യേകിച്ച് ക്രിസ്തീയ ആരാധനകൾ നമ്മെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും വീണ്ടെടുക്കുകയും ചെയ്യുന്നവനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതായ അനുഭവങ്ങൾ ആണ് എന്നുള്ളതിന് സംശയമില്ല. നമ്മെ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ച, നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന, ജീവിതയാത്രയിൽ നമ്മളോട് എപ്പോഴും നിലനിൽക്കുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ ആരാധന നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഓരോ ആരാധനയിലും വെളിപ്പെടുന്ന ദൈവിക കാര്യങ്ങൾ നാം അനുഭവിച്ച് അറിയുന്നവരുമാണ്. ദൈവത്തോടുള്ള സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ബഹുമാനത്തിന്റെയും ഒക്കെ പ്രകടമായ ഭാവമാണ് ആരാധന എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ആരാധന എന്ന് നാം മനസ്സിലാക്കുന്നു. പൂർവ്വ പിതാവായ അബ്രഹാമിന്റെ കാലം മുതൽ ഈ ആരാധന അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അബ്രഹാം താൻ കൂടാരമടിച്ചിരുന്നതായ എല്ലാ സ്ഥലങ്ങളിലും അവിടെയെല്ലാം അവൻ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചിരുന്നു എന്ന് ആ വാക്യങ്ങളൊക്കെ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ പിന്നീട് ഒരു രാഷ്ട്രമായി മാറിയപ്പോൾ അവരുടെ മതപരമായ കാര്യങ്ങൾക്ക് ചില ക്രമീകരണങ്ങൾ, ആവശ്യങ്ങൾ ഒക്കെ ഉണ്ടായി വന്നു. ചില പ്രത്യേക ചട്ടങ്ങളൊക്കെ നിലവിൽ വന്നു. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് പറയുന്നതായ കാര്യങ്ങളൊക്കെ നാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർ. അപ്പോൾ കേവലം ചടങ്ങുകളായി യാഗം കഴിക്കുന്നതൊക്കെ മാറിയപ്പോൾ പിന്നീട് ആരാധനകൾ ഹൃദയത്തിൽ നിന്നും ഒക്കെ മാറിപ്പോകുന്നതായ സാഹചര്യവും ഈ ഇസ്രായേലിന്റെ ജീവിത ചരിത്രത്തിൽ ഉണ്ടാകുന്നു. അപ്പോൾ ആരാധനകൾ ഹൃദയത്തിൽ നിന്നും, ദൈവത്തോടുള്ള ഭക്തിയിൽ നിന്നും, സ്നേഹത്തിൽ നിന്നും ഉടലെടുക്കേണ്ടതാണെന്ന് ഈ പ്രവാചകന്മാർ മുഖാന്തരം ഈ ജനത്തോട് ദൈവം അറിയിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു സംഭവമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നത്. അവിടെ ഒരു സ്വർഗീയ ആരാധന യെശയ്യാവ് ദർശിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു. ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുന്നതായ വിഷയമെന്ന് പറയുന്നത് വർഷിപ്പ്, സെലിബ്രേഷൻ ഓഫ് പീപ്പിൾസ് ഫെയ്ത്ത്. ആരാധന ജനവിശ്വാസത്തിന്റെ ആഘോഷം. ആരാധന ജനവിശ്വാസത്തിന്റെ ആഘോഷം. ഈ ഭാഗങ്ങളിൽ നിന്ന് 2 കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, എപ്രകാരമാണ് നമ്മുടെ ആരാധന ഈ ജനവിശ്വാസത്തിന്റെ, നമ്മുടെ വിശ്വാസത്തിന്റെ ആഘോഷമായി മാറേണ്ടത്. രണ്ടാമത്, ഈ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലുള്ള നമ്മുടെ പ്രതികരണം എപ്രകാരമാണ്, നമ്മുടെ റെസ്പോൺസ് എപ്രകാരമാണ് എന്നുള്ള 2 കാര്യങ്ങൾ ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുക. ഒന്ന്, എങ്ങനെയാണ് ആരാധന നമ്മുടെ വിശ്വാസത്തിന്റെ ആഘോഷമായി മാറുന്നത്? അതിന് ഒന്നാമത്, when we praise and honor God, നാം ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ആരാധന നമ്മുടെ വിശ്വാസത്തിന്റെ ആഘോഷമായിട്ട് മാറുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാതെ അറിയാവുന്ന വാക്യങ്ങളാണ്. അവിടെ ഉസിയ രാജാവിനെ കുറിച്ച് പറയുന്നത്, ആഹാബ് രാജാവ് മരിച്ചതിന് ശേഷം യഹൂദയുടെ രാജാവായിട്ട് വന്ന വ്യക്തിയാണ് ഈ ഉസിയാവ് എന്ന് പറയുന്ന രാജാവ്. തന്റെ 16-ാമത്തെ വയസ്സിലാണ് ഈ രാജാവായിട്ട് അവനെ അഭിഷേകം ചെയ്യുന്നത്. എല്ലാ രാജാക്കന്മാരെ പോലെയും നല്ല ഭരണമായിരുന്നു തുടക്കം മുതൽ ഈ ഉസിയാവ് കാഴ്ചവെച്ചിരുന്നത്. അപ്പോൾ ദൈവത്തോട് അവൻ വിശ്വസ്തത പുലർത്തിയിരുന്നതായ ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ദൈവവും അവനെ സ്നേഹിച്ചിരുന്നു എന്ന് കാണുന്നുണ്ട്. ദൈവം അവനെ പല കാര്യങ്ങളിലും അവനെ സഹായിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ പിന്നീട് താഴേക്ക് ഒക്കെ, അല്ലെങ്കിൽ പിന്നീട് ചരിത്രമൊക്കെ വായിക്കുമ്പോൾ നാം കാണുന്നത് 2 ദിനവൃത്താന്ത പുസ്തകം 26-ാം അധ്യായം 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, അവൻ ദൈവസന്നിധിയിൽ പാപം ചെയ്യുന്നതായ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുന്നു. അവൻ അവിടെ ദൈവത്തോട് പാപം ചെയ്യുന്നതായ അനുഭവം ഉണ്ടായിരുന്നു. ഇമ്മീഡിയറ്റ്ലി ഗോഡ്
gave him a skin disease. അപ്പോൾ തന്നെ ദൈവം അവന് ഒരു ശിക്ഷ നൽകുന്നു. അവിടെ അവൻ ലെപ്രസി ബാധിച്ച്, കുഷ്ഠരോഗം ബാധിച്ച് അവൻ മാറുകയാണ്. അവന്റെ രാജഭരണം അവന് നഷ്ടമായി. ഒരു പ്രത്യേക സ്ഥലത്ത് അവൻ പാർക്കേണ്ടതായിട്ട് വന്നു. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ഉസിയ രാജാവിന് സാധിച്ചില്ല എന്ന് മനസ്സിലാക്കാം. തന്നോട് കുഷ്ഠരോഗിയായി ജീവിച്ച് കുഷ്ഠരോഗിയായിട്ട് മരിക്കുന്ന ഒരു രാജാവായിട്ട് അവിടെ കാണുന്നു. അങ്ങനെ ഈ കുഷ്ഠരോഗിയായിട്ട് മരിച്ച ഈ ഉസിയാവ് മരിക്കുന്ന ഈ സമയത്താണ് ഈ യെശയ്യാവ് ഈ ദർശനം കാണുന്നത്. അപ്പോൾ യെശയ്യാവ് ഈ ദർശനം കാണുന്നതായ ഈ സാഹചര്യത്തിൽ ഉസിയാവിന്റെ പാപം അവൻ കണ്ടവനാണ്. ഈ രാജാവിന് സിംഹാസനം നഷ്ടപ്പെടുന്ന സാഹചര്യം അവൻ കണ്ടവനാണ്. കുഷ്ഠരോഗിയായിട്ട് പാർത്ത അനുഭവം അവൻ കണ്ടതാണ്. അവന്റെ മരണവും ഇപ്പോൾ അവൻ കണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്ര വിഷമകരമായ ഒരു അവസ്ഥയിലാണ് യെശയ്യാവിന് ഈ ദർശനം ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ യെശയ്യാവിന് ലഭിക്കുന്നത് ദർശനമാണ്. ഇറ്റ്സ് നോട്ട് എ ഡ്രീം. ഒരു സ്വപ്നമായിരുന്നില്ല, ഒരു ദർശനമാണ് ലഭിക്കുന്നത് എന്ന് കാണാം. വേദപുസ്തകത്തിൽ ദർശനത്തെ കുറിച്ച് പറഞ്ഞത് ഇറ്റ്സ് ഹാപ്പൻ വൈൽ യു അവേക്ക്. നാം ഉണർന്നിരിക്കുന്നതായ, കോൺഷ്യസ് ആയിട്ടിരിക്കുന്നതായ സമയത്ത് കാണുന്നതാണ് ഈ ദർശനം എന്ന് പറയുന്നത്. ഡ്രീംസിനെ കുറിച്ച് പറയുന്നത് വെൻ യു സ്ലീപ്. നാം ഉറങ്ങുന്ന സമയത്താണ് നാം സ്വപ്നം കാണുന്നത്. ഒരു അൺകോൺഷ്യസ് മൈൻഡിലാണ് സ്വപ്നം കാണുന്നത്. ഇവിടെ യെശയ്യാവ് കാണുന്നത് ഒരു ദർശനം അവൻ കാണുകയാണ്. ഒരു സ്വർഗീയ ആരാധനയുടെ ദർശനം മനുഷ്യൻ അവിടെ കാണുന്നു. എ ത്രോൺ റൂം ഓഫ് ഹെവൻ. ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നതായ, സ്വർഗീയ സിംഹാസനത്തിൽ ഇരിക്കുന്നതായ ഒരു ദർശനം അവൻ അവിടെ കാണുന്നു. അവിടെ കാണുമ്പോൾ അവൻ മനസ്സിലാക്കുന്നു ഗോഡ് വാസ് എലൈവ്. കിങ് ഉസിയ വാസ് ഡെഡ് ബട്ട് ഗോഡ് വാസ് എലൈവ്. ഈ ലോകത്തിലെ രാജാവ് മരിച്ചെങ്കിലും ഉയർന്നു പൊങ്ങിയും ഇരിക്കുന്നതായ സിംഹാസനത്തിൽ ജീവനോടെ ഇരിക്കുന്നതായ ദൈവത്തെ അവൻ കാണുകയാണ്. ഹി സോ ആൻ എവർലാസ്റ്റിംഗ് ഗോഡ് വാസ് ഓൺ ഹിസ് ത്രോൺ. സ്വർഗത്തിൽ ഇരിക്കുന്നതായ ദൈവത്തെ അവൻ അവിടെ കാണുന്നു. ആ വാസ്തവത്തിൽ അവൻ കാണുന്ന ആ ദർശനത്തിൽ പറയുന്നു, അവന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു എന്ന് പറയുന്നു. ഇറ്റ് ഷോസ് ദ സിംബൽ ഓഫ് ഗോഡ്സ് ഇമ്പോർട്ടൻസ് ആൻഡ് ഹിസ് സ്പ്ലെൻഡർ. അപ്പോൾ ഇവൻ കാണുന്നതായ ഈ മന്ദിരത്തിന്റെ വിളമ്പുകളെ നിറച്ചിരുന്നതായ ഈ ദൈവത്തിന്റെ കാണുന്നതായ യെശയ്യാവ് പറയുകയാണ്, എല്ലാ പുകഴ്ചയും എല്ലാ ബഹുമാനവും ദൈവത്തിന് നൽകേണ്ടതാണ് എന്ന് ഈ ദർശനത്തിലൂടെ അവൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആരാധന വിശ്വാസത്തിന്റെ ആഘോഷമായി മാറ്റുമ്പോൾ അല്ലെങ്കിൽ മാറുമ്പോൾ നമുക്കും ഉണ്ടാവേണ്ടതായ ഒരു കാര്യം ഇതാണ്. ഈ പ്രതികൂല സാഹചര്യത്തിൽ യെശയ്യാവ് കാണുന്നതായ ഈ ദർശനത്തിൽ അവൻ പറയുന്നു, അവൻ മനസ്സിലാക്കുന്നു, ഈ സാഹചര്യത്തിലും ജീവിച്ചിരിക്കുന്നവനായ ദൈവത്തിന് എല്ലാ പുകഴ്ചയും എല്ലാ മഹത്വവും ഞാൻ നൽകേണ്ടതാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കേവലം ഈ ലോകത്തിലെ രാജാക്കന്മാർ മാറിപ്പോയാലും മാറ്റമില്ലാത്തവനായ ഒരു ദൈവം, എല്ലാത്തിന്റെയും നിയന്ത്രിക്കുന്നവനായ ഒരു ദൈവം ഉണ്ട്. അവനാണ് പുകഴ്ചയും മഹത്വവും നൽകേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓരോ ആരാധനയിലേക്കും ഞാനും നിങ്ങളും ഒക്കെ കടന്നു വരുമ്പോഴും ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോഴും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനായ, ജീവനോടെ ഇരിക്കുന്നതായ, എന്നും നമ്മളോടൊപ്പം ഇരിക്കുന്നതായ ദൈവത്തിന് സ്തുതിയും മഹത്വവും നൽകുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണ് നമ്മുടെ ആരാധനകൾ വിശ്വാസത്തിന്റെ ആഘോഷമായി മാറുന്നത്. ഈ ലോകത്തിലെ രാജാക്കന്മാർ നീങ്ങിപ്പോയാലും, ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ആശ്രയിക്കുവാനുള്ളവർ മാറിപ്പോയാലും, ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. അവന് എല്ലാ സ്തുതിയും പുകഴ്ചയും ഞങ്ങൾ നൽകുമെന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്, നാം എങ്ങനെയാണ് നമ്മുടെ വിശ്വാസം, ഈ ആരാധന നമ്മുടെ വിശ്വാസത്തിന്റെ ആഘോഷമായി മാറുന്നത്? when we highly respect God. നാം ദൈവത്തെ വളരെയധികം ബഹുമാനിക്കുമ്പോഴാണ് ഈ ആരാധന നമ്മുടെ വിശ്വാസത്തിന്റെ ആഘോഷമായിട്ട് മാറുന്നത് എന്ന് മനസ്സിലാക്കാം. അവിടെ സെറാഫുകളെ കുറിച്ച് അവൻ കാണുന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു എന്ന് പറയുന്നു. വെളിപ്പാട് പുസ്തകത്തിലും 4-ാം അധ്യായത്തിലും നമ്മൾ ഇതിന് സമാനമായി വായിച്ച് കേൾക്കുന്നുണ്ട്.
6 ചിറകുകൾ ഉള്ളതായ ഈ സറാഫുകൾ അവരെ തന്നെ കവേർഡ് ദംസെൽഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവരെ തന്നെ മറച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്നതായ ഒരു അനുഭവം ഉണ്ടായിരുന്നു. 2 കൊണ്ട് അവരുടെ മുഖം മൂടിയിരിക്കുന്നു എന്നും എഴുതിയിരിക്കുന്നു. സ്വർഗത്തിലാണ് തങ്ങൾ വസിക്കുന്നത് എങ്കിലും അവരുടെ മുഖം മറച്ചു. പരിശുദ്ധനായ ദൈവത്തിന്റെ മുൻപിൽ ബഹുമാനത്തോടുകൂടി നിൽക്കുന്നതായ സറാഫുകളെ നാം അവിടെ കാണുന്നു. പ്രിയമുള്ളവരെ, ഓരോ ആരാധനയിൽ സംബന്ധിക്കുന്ന നമ്മളുടെ അവസ്ഥ എപ്രകാരമാണ് എന്ന് ഓർക്കുവാൻ നമുക്ക് ഇടയാകണം. ആരാധനയിൽ ദൈവത്തിന് കൊടുക്കേണ്ടുന്നതായ മഹത്വം, ബഹുമാനം ഞാനും നിങ്ങളും നൽകുന്നുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ആരാധനകൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉണരുമ്പോഴാണ് അത് വിശ്വാസത്തിന്റെ ആഘോഷമായിട്ട് മാറുന്നത് എന്ന് കാണുവാൻ സാധിക്കും. നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, 2 ദിനവൃത്താന്തം 26-ാം അധ്യായത്തിൽ 16 മുതലുള്ള വാക്യത്തിൽ വായിക്കുമ്പോൾ താൻ ഉസിയ രാജാവിനെ കുറിച്ച് പറയുന്നത്, താൻ ബലവാനായി തീർന്നപ്പോൾ അവൻ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. പുരോഹിതന്മാർ മാത്രം, അഹരോന്യ പുരോഹിതന്മാർ മാത്രം ചെയ്യേണ്ടുന്നതായ ധൂപം കാട്ടുന്ന പ്രവൃത്തി താൻ ചെയ്യുവാൻ വേണ്ടി കടന്നു പോകുന്നതായ സാഹചര്യം. അവിടെ അവനെ പുരോഹിതന്മാർ വിലക്കുമ്പോഴും അവൻ ആ ധൂപ കുറ്റിപിടിച്ചുകൊണ്ട് അവൻ കോപിക്കുന്നതായ ഒരു മനുഷ്യനെ അവിടെ കാണുന്നു. എനിക്ക് അഹങ്കാരം ഉണ്ടെന്നുള്ള ചിന്ത, എന്റെ അധികാരം ഉണ്ടെന്ന ചിന്തയിൽ അവൻ വന്നപ്പോൾ ദൈവസന്നിധിയിൽ അവൻ നിഗളിയായിട്ട് മാറുന്ന അനുഭവം ഉണ്ടാകുന്നു. ദൈവത്തിന് കൊടുക്കേണ്ടുന്ന ബഹുമാനം അവനിൽ ഇല്ലാതെയായി എന്ന് മനസ്സിലാക്കാം. പിന്നീട് ആരാധനയുടെ ആ സ്ഥലം അവന് അന്യമായി തീർന്നു. ആരാധിക്കുവാൻ അവന് സാധിക്കാതെ വന്നു എന്ന് വേദപുസ്തകം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നു. യെശയ്യാവ് കാണുന്നതായ ദർശനത്തിൽ സറാഫുകൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ എല്ലാ ബഹുമാനവും മഹത്വവും ദൈവത്തിനുള്ളതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓരോ ആരാധനയിൽ നാം എങ്ങനെയാണ് ആരാധനയിൽ സംബന്ധിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. എപ്രകാരം ദൈവസന്നിധിയിൽ ഞാനും നിങ്ങളും ഇരിക്കുന്നു എന്നുള്ളത് ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് നമ്മൾക്ക് ദേവാലയത്തിൽ കൂടി വരുവാൻ സാധിക്കുന്നില്ല. ഭവനങ്ങളിൽ നാം ആയിരിക്കുന്നു. ഒന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കാം. ദേവാലയങ്ങളിൽ ഞാൻ ആരാധനയ്ക്ക് ഇരുന്നപ്പോൾ ഞാൻ ദൈവത്തിന് കൊടുക്കേണ്ടുന്നതായ ബഹുമാനം ഞാൻ നൽകിയിരുന്നോ എന്ന് ഒന്ന് പരിശോധിച്ചു നോക്കാം. നാം ഇന്നിരിക്കുന്നതായ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ എത്രമാത്രം ബഹുമാനം ഞാൻ എൻ്റെ ആരാധനയിൽ എൻ്റെ ഈ സമയത്ത് ഞാൻ നൽകുന്നു എന്ന് ഉള്ളത് ഒന്ന് പരിശോധിച്ചു നോക്കുവാൻ നമുക്ക് ഇടയാകണം. യെശയ്യാവ് ദർശനത്തിൽ സറാഫുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ എല്ലാ ബഹുമാനവും ദൈവത്തിനുള്ളതാണെന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ പാപം ചെയ്യുന്ന മനുഷ്യൻ ദൈവത്തിന് ബഹുമാനം നൽകുന്നില്ല എന്നുള്ള കാര്യവും അവിടെ ഓർപ്പിക്കുന്നു. ബട്ട് സെറാഫിംസ് knew that God is to be highly respected. ദൈവമാണ് ഏറ്റവും ബഹുമാന്യന് യോഗ്യനെന്ന് സെറാഫുകൾ മനസ്സിലാക്കുന്നു. ഓരോ ആരാധനയും ദൈവത്തിന് ബഹുമാനമുള്ളതായി തീരണം. ഓരോ ആരാധനയും ജനവിശ്വാസത്തിന്റെ ആഘോഷമായി മാറുന്നത് നാം ദൈവത്തെ വളരെയധികം ബഹുമാനിക്കുമ്പോഴാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. മൂന്നാമത് പറയുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ആരാധന എപ്രകാരം നമ്മുടെ വിശ്വാസത്തിന്റെ ആഘോഷമായി മാറുന്നത്, when we proclaim God is holy, ദൈവം പരിശുദ്ധനാണ് എന്ന് നാം പറയുന്നതിലൂടെയാണ് നാം നമ്മുടെ ആരാധനയെ ആഘോഷമാക്കി മാറ്റേണ്ടത്. അവിടെ വായിക്കുന്നു, ഹോളി 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 ഈസ് ലോർഡ്. അവിടെ പറയുന്നത് കംപ്ലീറ്റ് പ്യുവർ 100% പെർഫെക്റ്റ് ആയ ഒരു ദൈവത്തെ കുറിച്ച് പറയുന്നത്, ദാറ്റ് ഈസ് ഗോഡ്. എല്ലാം തികഞ്ഞവനായ, എല്ലാത്തിലും വിശുദ്ധിയുള്ളവൻ ദൈവം മാത്രമാണ് എന്ന് പറയുന്നു. ദൈവത്തോളം വിശുദ്ധി ഒരുവനുമില്ല എന്ന് പറയുവാണ്. അപ്പോൾ ദൈവത്തെ ഡിസ്ക്രൈബ് ചെയ്യുവാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വാക്കാണ് വിശുദ്ധി എന്നുള്ളതായ വാക്ക്, പരിശുദ്ധൻ എന്നുള്ളതായ ഒരു വാക്ക്. സറാഫുകൾ അവിടെ പറയുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. 3 പ്രാവശ്യം അവർ എടുത്ത് പറയുന്നു. ഒരു കാര്യത്തിന് പ്രാധാന്യം നൽകുവാൻ നമ്മൾ വീണ്ടും ആ കാര്യം എടുത്ത് പറയാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് സത്യം 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 3 പ്രാവശ്യം സത്യം ഇടുമ്പോൾ അല്ലെങ്കിൽ ആണയിട്ട് പറയുമ്പോൾ അത് അത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് പറയുക. അതുപോലെ തന്നെയാണ് ഇവിടെ സെറാഫുകൾ പറയുന്നത്, ഹോളി 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 എന്ന് പറയുമ്പോൾ, ബിക്കോസ് ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടന്റ്. ഇത് അത്രമാത്രം പ്രാധാന്യമുള്ളതാണ്, ദൈവം അത്രമാത്രം വിശുദ്ധനാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതായ ഒരു കാര്യം.
അതുകൊണ്ട് ഹൃദയം കൊണ്ട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും അർത്ഥപൂർണമായിട്ട് പറയുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ പറയുന്നു, ഒരുത്തനോട് സൈനികളെ ഹോ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ സെറാഫുകൾ പറയുന്നത് അവർ ഒരു ആർത്ത് പറയുന്നതായ അനുഭവം, അവരുടെ ഒരു വോയിസ് ഒരിക്കലും ഒരു സ്വീറ്റ് ആണെന്നൊന്നും നമുക്ക് പറയുവാൻ സാധിക്കില്ല. കാരണം അവരുടെ ശബ്ദം കൊണ്ട് ഉമ്മരപ്പടികൾ ഇളകി എന്ന അടിസ്ഥാനങ്ങൾ ഇളകി എന്ന് അവിടെ ഓർമ്മിപ്പിക്കുന്നു. ജീവനുള്ള ആരാധനയായിട്ട് അത് മാറുന്ന അനുഭവം ആയിത്തീരുകയാണ്. ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, സകല ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഈ പ്രപഞ്ചം മുഴുവനും നിന്റെ മഹത്വമാണ് എന്ന് ദൈവത്തോട് പറയുന്നതായ ഒരു കാര്യം. എത്ര മനോഹരമായ ഒരു ദർശനമാണ് ഈ പ്രവാചകൻ കാണുന്നത്. കാരണം അവൻ മനസ്സിലാക്കുന്നത് ഗോഡ് വാസ് അലൈവ്, ഇൻ കൺട്രോൾ, റെസ്പെക്റ്റഡ്, ഹോളി, ഹിസ് ഗ്ലോറി ഈസ് എവരിവെയർ. ദൈവം ജീവിക്കുന്നു, അവനാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്, അവന് സ്തുതിയും മഹത്വവും കൊടുക്കേണ്ടവനാണ്, അവൻ ബഹുമാനത്തിന് യോഗ്യനാണ്, അവൻ പരിശുദ്ധനാണ്, അവന്റെ മഹത്വം ഈ ലോകം മുഴുവനും നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതായ അനുഭവം. നമ്മുടെ ആരാധന ജനവിശ്വാസത്തിന്, നമ്മുടെ വിശ്വാസത്തിന്റെ ആഘോഷമായി മാറണമെങ്കിൽ ആവശ്യമായ 3 കാര്യമാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. when we praise and honor God, when we highly respect God, when we proclaim God is holy. ഈ തിരിച്ചറിയലാണ് നമ്മളെ യഥാർത്ഥമായ ഒരു പ്രതികരണത്തിലേക്ക് നമ്മളെ ഒരുക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ യെശയ്യാ പ്രവാചകൻ കാണുന്നതായി ഈ ദർശനത്തിലൂടെ, ഈ വാക്യങ്ങളിലൂടെ യെശയ്യാവ് പറയുകയാണ്, അയ്യോ എനിക്ക് കഷ്ടം, അയ്യോ എനിക്ക് കഷ്ടം എന്ന് പറയുകയാണ്. ദൈവത്തിന്റെ മഹത്വം ദർശിച്ചതായ, ദൈവത്തിന്റെ വിശുദ്ധി മനസ്സിലാക്കിയതായ, ദൈവത്തിന് ബഹുമാനം നൽകേണ്ടതാണ് എന്ന് തിരിച്ചറിയുന്നതായ, മനസ്സിലാക്കിയതായ ഈ മനുഷ്യൻ പറയുന്നു, അയ്യോ എനിക്ക് കഷ്ടം. ഹി നെവർ ബ്ലെയിംഡ് എനിവൺ ഫോർ ഹിസ് സിൻ. അവന്റെ പാപത്തിന് അവൻ ആരെയും കുറ്റം പറഞ്ഞില്ല. അവൻ അവിടെ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുന്നില്ല. അവൻ അതിനെ പരിപൂർണമായി അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. യാഗപീഠത്തിൽ നിന്നും കൊണ്ടുവന്ന കനൽ കൊണ്ട് ദൈവം യെശയ്യാവിനെ ശുദ്ധീകരിക്കുന്നു എന്ന് ആ വേദഭാഗം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നു. അവിടെ പറയുന്നത് ദൈവത്തിന് മാത്രമേ ശുദ്ധീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ ഓൾട്ടറിൽ നിന്ന് ലഭിക്കുന്നതായ ആ കനൽ കൊണ്ട് അവനെ ശുദ്ധീകരിക്കുമ്പോൾ അവിടെ ഓർമ്മിപ്പിക്കുന്നത്, എന്റെയും നിങ്ങളുടെയും പാപത്തെ ശുദ്ധീകരിക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിന് മാത്രമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓരോ ആരാധനയിലും പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് മടങ്ങിപ്പോകുന്നതായ അനുഭവങ്ങൾ ഉണ്ടാകണം. അതിന് ദൈവത്തെ സകല പുകഴ്ചയും ബഹുമാനവും നൽകുവാൻ സാധിക്കണം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നീ പരിശുദ്ധനാണ് എന്ന് പറയണം, നിന്റെ പരിശുദ്ധി എന്നിലേക്ക് പകരണമേ എന്ന് പറയുന്നതായ അനുഭവം ഉണ്ടാകണം. അപ്പോഴാണ് ഈ ശുദ്ധീകരണം പ്രാപിച്ചതായ ഈ മനുഷ്യൻ പറയുകയാണ്, യെശയ്യാവ് പറയുകയാണ്, എന്നെ അയക്കണമേ. ഈ വാണ്ടഡ് ടു പ്രൊക്ലെയിം ഗോഡ്സ് ഗ്ലോറി, അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം പറയുവാൻ, ദൈവത്തിന്റെ മെസ്സേജ് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതായ ഒരു മനുഷ്യൻ. ഓരോ ആരാധനയും കഴിഞ്ഞിട്ട് സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകാം എന്ന് പറയുന്നതായ വാക്കുകൾ കേട്ടിട്ട് നാം ഈ ലോകത്തിലേക്ക് പോകുമ്പോൾ ഒന്ന് ഓർക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ശരീരം കൊണ്ടും ഭാഷ കൊണ്ടും വാക്കുകൾ കൊണ്ടും ജീവിതചര്യ കൊണ്ടും നമ്മൾ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുവാനാണ് കടന്നു പോകുന്നത് എന്ന് ഓർക്കുവാൻ നമുക്ക് ഇടയായിത്തീരണം. ഓരോ ആരാധനയിലും വന്ന് മടങ്ങിപ്പോകുമ്പോൾ ഈ അനുഭവത്തിലാണോ ഞാനും നിങ്ങളും മടങ്ങിപ്പോകുന്നത് എന്ന് ഓർക്കുവാൻ നമുക്കിടയാക്കണം. ഓരോ ആരാധനയ്ക്ക് ശേഷവും ഈ വാക്കുകൾ നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും മുഴങ്ങിക്കേൾക്കട്ടെ എന്ന് പറയും. അടിയനെ അയക്കണമേ, നിന്റെ വാക്കുകളുമായി നിന്റെ ജീവിതം, ദൈവത്തിന്റെ ജീവിതം മറ്റുള്ളവരിൽ തെളിയിച്ചു കാണിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നുള്ളതായ പ്രതികരണം നമ്മളിൽ ഉണ്ടാകണം. നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് വിശുദ്ധീകരിക്കപ്പെട്ട് പോകുന്നതായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. നമ്മുടെ ആരാധന വിശ്വാസത്തിന്റെ ആഘോഷങ്ങളായിക്ക് നമുക്ക് മാറ്റാം. എല്ലാ പുകഴ്ചയും എല്ലാ ബഹുമാനവും ദൈവത്തിന് നമുക്ക് നൽകാം.
വിശുദ്ധനായ ദൈവത്തെ പ്രഘോഷിപ്പിക്കുവാൻ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അതിനുള്ള വഴികൾ ദൈവം ഒരുക്കട്ടെ. നമ്മുടെ ആരാധന ഏറ്റവും നമ്മുടെ വിശ്വാസത്തിന്റെ ആഘോഷങ്ങളാക്കി മാറ്റിക്കൊണ്ട് കടന്നു പോകുവാൻ, ഈ ലോകത്തിൽ ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസത്തെ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൽ ചേർന്ന് കൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ജീവിച്ച് പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചു, പിന്നെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിനോട് കാത്തിരിക്കും. അവിടെ നിന്ന് ജീവനുള്ളവരെയും മനുഷ്യരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈ ആഴ്ച ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തവർ, മിസ് എലിസബത്ത് ജേക്കബ്, മിസ്റ്റർ വർക്കി KS, കേണൽ തോമസ് T, മിസ്റ്റർ ജോൺ തോമസ്, മിസ്റ്റർ സിറിൽ സ്റ്റാൻലി, ചാക്കോ ചെറിയാൻ, ഓൾസൺ ഡാനിയൽ, ലൈല സ്റ്റെഫാനോസ്, ഐശ്വര്യ മിരിയം കുരുവിള, സെറീൻ മേരി ജോർജ്, പ്രകാശ് തോമസ് ജോർജ്, പ്രേംരാജ് എഡ്വാർഡ്, ഷീല എഡ്വാർഡ്, ആരോൺ മാത്യു തോമസ്, റയാൻ ജെ ലൂസൺ, റോഷൻ മാത്യു, ജോർജ് അദ്വൈത് ചെറിയാൻ, ജേക്കബ് ചാക്കോ മോഡയിൽ, ആനി സി ജെയിംസ്, ബീന ജേക്കബ്, സുമിത മാത്യു, സുനിത വർഗീസ്. വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തവർ മോഹൻ കെ ചാണ്ടി ആൻഡ് ആനി കെ ചാണ്ടി, ബെന്നി ഈപ്പൻ മാത്യു ആൻഡ് നീത എലിസബത്ത് ബെന്നി, മാണി രാജൻ ആൻഡ് സിന്ധു മാണി, സജീവ് മാത്യു ആൻഡ് ഷെയ്ല സജീവ്, തരുൺ ഫിലിപ്പ് ആൻഡ് താമര ഫിലിപ്പ്, ജോസഫ് കെ ആൻഡ് മേരി KJ. ഈ ആഴ്ചയിൽ ഇവരെ ഓർത്ത് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സൃഷ്ടിക്കുകയും ഞങ്ങളുടെ നാളുകളെ ദൈർഘ്യമാക്കുകയും ചെയ്ത ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലം വെഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ജീവിതയാത്രയിൽ ഒരു വർഷം കൂടി അങ്ങ് ദാനമായി നൽകിയതിനായി നന്ദി കരയേറ്റുന്നു. പ്രിയ കർത്താവേ, പ്രിയപ്പെട്ടവരുടെ ജനനം മുതൽ ഈ നാളുകളൊക്കെയും ദൈവത്തിന്റെ കരുതൽ അനുഭവിപ്പാൻ തക്കവണ്ണം അങ്ങ് ഇടയാക്കിയല്ലോ. കർത്താവെ, മുമ്പോട്ടുള്ള അവരുടെ യാത്രയിലും അങ്ങ് താങ്ങായും തണലായും കൂടെ ഇരിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, അങ്ങ് ചെയ്ത ഉപകാരങ്ങളെ ഓരോ ദിവസവും ഓർക്കുവാൻ തക്കവണ്ണം അങ്ങ് അവരെ ഇടയാക്കുന്ന കൃപകൾക്കായി നന്ദി കരയറ്റുന്നു. കർത്താവെ, ആലയത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കുന്നില്ല എങ്കിലും ആയിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടുകളെ മടക്കുവാനും ദൈവകരങ്ങളിലേക്ക് സമർപ്പിപ്പാനും അവരെ സഹായിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. പ്രിയ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമേ. ദൈവകരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. വീണ്ടും ഒരാഴ്ച കാലം കൂടി ദൈവത്തിന്റെ കരുതലും കാവലും അനുഭവിപ്പാൻ ദൈവം ഇടയാക്കിയ ആ വലിയ കൃപകൾക്കായി നന്ദി കരയറ്റാം. വീണ്ടും ഒരു കംപ്ലീറ്റ് ലോക്ക്ഡൌണിൽ കൂടെ ഞാനും നിങ്ങളും ഒക്കെ കടന്നു പോകുന്നു. ഈ മഹാവ്യാധിയുടെ നടുവിൽ ദൈവത്തിലല്ലാതെ മറ്റാരിലും നമുക്ക് ആശ്രയിക്കുവാൻ സാധിക്കുകയില്ല. ആ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണമായി നമ്മെ തന്നെ സമർപ്പിക്കാം. അതിശയകരമായും അത്ഭുതകരമായും ദൈവം ഓരോ ദിവസവും നടത്തുന്നുവല്ലോ. നന്ദിയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ആരാധനയിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ കരുതൽ ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ട്, കർത്താവെ, ഞങ്ങൾക്ക് ആരാധിപ്പാൻ അങ്ങ് മാത്രമാണ്, അങ്ങയുടെ വിശുദ്ധിയിൽ അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവെ, ഓരോ ആരാധനകളും ഞങ്ങളുടെ ജീവിതത്തിന് സന്തോഷം പകരുന്നതും ഞങ്ങളുടെ ആത്മാവിനെ തണുപ്പിക്കുന്നതുമായി തീരുവാൻ തക്കവണ്ണം ഇടയാക്കുന്ന വിധങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവമായ കർത്താവെ, അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഞങ്ങളുടെ നാവ് കൊണ്ട് മാത്രമല്ല ഹൃദയങ്ങൾ കൊണ്ട് കർത്താവെ പറയുവാൻ അങ്ങ് ഞങ്ങളെ ഇടയാക്കുന്ന വിധങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളിലും അങ്ങ് മാത്രമാണല്ലോ ഞങ്ങൾക്ക് ആശ്രയം. കർത്താവെ, ഞങ്ങളുടെ ആരാധനയിൽ നിന്ന് സൗഖ്യം പ്രാപിപ്പാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ ഇടയാക്കുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ദൈവകരങ്ങളിലേക്ക് സമ്പൂർണമായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഓരോ ആവശ്യങ്ങളെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരങ്ങളിലേക്ക് നമ്മുടെ സഭയെ സമ്പൂർണമായി സമർപ്പിക്കാം. ഈ നാളുകളിലൊക്കെയും ദൈവത്തിന്റെ കരുതൽ അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുന്നുവല്ലോ. കാലാകാലങ്ങളിൽ നേതൃത്വം നൽകുവാൻ അനേകം ആളുകളെ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഈ ദേശത്ത് സാക്ഷ്യമുള്ള സഭയായി നിൽപ്പാൻ തക്കവണ്ണം അങ്ങ് ഇടയാക്കിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ഒരുമിച്ച് ആരാധിക്കുന്ന, ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സഭയായി തുടർന്ന് നിൽപ്പാൻ, അനേകം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഈ മഹാവ്യാധിയെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, പ്രത്യേകിച്ച് ഞങ്ങൾ പാർക്കുന്നതായ ഈ പ്രദേശത്ത് അനേകം ആളുകൾ കർത്താവെ ഈ മഹാവ്യാധിയുടെ ഭാരത്താൽ പ്രയാസപ്പെടുന്നു. ദൈവമായ കർത്താവെ, അങ്ങറിയാതെ ഈ ലോകത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഇതിന്റെയൊക്കെ മധ്യത്തിൽ ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ തക്കോണം അങ്ങ് ഇടയാക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ദൈവമായ കർത്താവെ, ഈ മഹാവ്യാധിക്ക് വാക്സിൻ കണ്ടുപിടിപ്പാൻ തക്കോണം കർത്താവെ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനല്ലാതെ മറ്റൊന്നും ഇതിന്റെ മധ്യേ സാധ്യമല്ല. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അങ്ങ് മറുപടി നൽകണമേ. കർത്താവെ, ഹൃദയങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഉയരുന്നതായ പ്രാർത്ഥനകൾ അങ്ങ് നിരസിക്കുകയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, രോഗത്താൽ ഭാരപ്പെടുന്നവരെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ നാളുകളിലൊക്കെയും ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, വിശേഷാൽ ഡോക്ടർമാരെയും നഴ്സുമാരെയും മറ്റ് ഹെൽത്ത് വർക്കേഴ്സിനെ എല്ലാ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അവർ ഏറ്റവും റിസ്ക് ഉള്ളതായ ഒരു ജോലിയാണല്ലോ കർത്താവെ ചെയ്യുന്നത്. കർത്താവെ, അവരോട് കൂടെ അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. കർത്താവെ, അവർക്ക് വേണ്ടുന്നതായ എല്ലാ സാഹചര്യങ്ങളെയും അങ്ങ് ഒരുക്കി നൽകുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ നാളുകളിലൊക്കെ ഞങ്ങളുടെ അറിവിലും അറിയപ്പെടാത്തവരൊക്കെ ഉള്ളവര് ഈ രോഗത്താൽ ഭാരപ്പെടുന്നുണ്ട്. ദൈവമായ കർത്താവെ, അങ്ങ് തൊടണമേ, അങ്ങ് സൗഖ്യപ്പെടുത്തണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. വിശേഷാൽ സജിയുടെ സിസ്റ്ററിനെ ദൈവകരങ്ങളിലേക്ക്, ദിനാസ് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, എന്റെ മകൾക്കും കർത്താവെ ഈ വലിയ ഭാരത്തിലൂടെ പ്രയാസത്തിലൂടെയൊക്കെ കടന്നു പോകുന്നു. കർത്താവെ, അങ്ങയുടെ ആണിപ്പഴുത്തുള്ള കരങ്ങൾ തൊട്ട് അങ്ങ് സൗഖ്യപ്പെടുത്തണമേ. കർത്താവെ, ആ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണമായി ഏൽപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, അങ്ങ് അവരോട് കൂടെ ഇരിക്കണമേ, മനസ്സിന് ശക്തി പകരണമേ. കർത്താവെ, ആയിരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു പോകുമെന്നുള്ള യഥാർത്ഥ വിശ്വാസത്താൽ ഇരുപ്പാൻ തക്കവണ്ണം അവരെ സഹായിക്കണമേ. ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ അങ്ങ് സൗഖ്യം നൽകുമാറാകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ഈ രോഗത്താൽ ഇതിന്റെ ഭാഗങ്ങളിൽ കർത്താവെ ആയിരിക്കുന്ന അനേകം ആളുകളുണ്ട്. കർത്താവെ, ഞങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ഞങ്ങളുടെ ബന്ധുക്കാരും ഒക്കെ കർത്താവെ ഈ രോഗബാധിത പ്രദേശങ്ങളിലും മറ്റു രാജ്യങ്ങളിലുമൊക്കെ ആയിരിക്കുന്നു. കർത്താവെ, അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവമേ അങ്ങ് കരുതണമേ. അങ്ങയുടെ സാന്നിധ്യവും കൃപയും അവരുടെ മേൽ ധാരാളമായി പകരുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ ഗവൺമെന്റിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, യുക്തിപൂർവമായ തീരുമാനങ്ങൾ എടുപ്പാൻ അവരെ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ശേഷം ഇന്ത്യ രാജ്യത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ അതിർത്തിയിലൊക്കെ അസമാധാനത്തിന്റെ നിഴലുകൾ ഉണ്ടാകുന്നു. ദൈവമായ കർത്താവെ, അവിടെയൊക്കെയും ദൈവത്തിന്റെ സമാധാനം ഇടപെടുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ. കർത്താവെ, അങ്ങ് ശാന്തി നൽകുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. കർത്താവെ, അനേക പട്ടാളക്കാർക്ക് ജീവനെ നഷ്ടപ്പെട്ടു. അവരുടെ കുടുംബങ്ങളെയൊക്കെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, വേർപാട് അവരുടെ ജീവിതത്തിലും വേദനയുളവാക്കുന്നതാണ്. എങ്കിലും ദൈവമേ, അങ്ങയുടെ സമാധാനവും കർത്താവെ ആശ്വാസവും അവരുടെ ജീവിതത്തിൽ അങ്ങ് നൽകുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ദൈവകരങ്ങളിലേക്ക് ഇന്ത്യ രാജ്യത്തെയും
എല്ലാ പ്രയാസങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ നാളുകളിലൊക്കെ ജോലി നഷ്ടപ്പെട്ട അനേകം ആളുകൾ ഉണ്ട്. ദൈവമായ കർത്താവെ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മുൻപോട്ട് എങ്ങനെ കൊണ്ടുപോകുമെന്ന് പ്രയാസത്തോടെ നിൽക്കുന്നവരുണ്ട്. ദൈവമായ കർത്താവെ, അവരുടെ കണ്ണീരിനെ മറികടക്കാത്ത ഒരു ദൈവമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമേ, അവരുടെ ജീവിത സാഹചര്യങ്ങളെ അങ്ങ് മാറ്റണമേ. കർത്താവെ, നല്ല ജോലി തുടർന്ന് ലഭിക്കാൻ തക്കവണ്ണുള്ള സാഹചര്യങ്ങളെ അങ്ങ് നൽകുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. കർത്താവെ, ഈ നാളുകളിലൊക്കെ അനേക സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കർത്താവെ, ബിസിനസ് നഷ്ടമായവരുണ്ട്. കർത്താവെ, മുൻപോട്ട് എന്ത് ചെയ്യുമെന്നുള്ള പ്രയാസത്തിൽ ഇരിക്കുന്നവരുണ്ട്. കർത്താവെ, അവരുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് സമാധാനം നൽകണമേ. കർത്താവെ, അവരുടെ ജീവിത സാഹചര്യങ്ങളെ അങ്ങ് മാറ്റണമേ. കർത്താവെ, അങ്ങ് അവരോട് കൂടെ ഇരിക്കണമേ. ദൈവമായ കർത്താവെ, ഹൃദയത്തിൽ സമാധാനവും ശാന്തിയും ഒക്കെ നൽകി മുൻപോട്ട് ധൈര്യപൂർവ്വം അതിനെയൊക്കെ ഫേസ് ചെയ്യുവാൻ തക്കവണ്ണം അവരെ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവർ ദൈവകരങ്ങളിലേക്ക് അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, എല്ലാ സാഹചര്യങ്ങളിലും മേലും അങ്ങയുടെ കൃപ കൂടെ ഇരിക്കണമേ. വിവാഹം ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവെ, അവരെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നല്ല വിവാഹാലോചനകൾ വരുവാൻ തക്കവണ്ണം അപ്പച്ച അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. കർത്താവെ, കുടുംബജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്നവരുണ്ട്. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ, അങ്ങ് കൂടെ ഇരിക്കണമേ. കർത്താവെ, അങ്ങയുടെ സമാധാനം അവരുടെ കുടുംബജീവിതത്തിലും ഒക്കെ അങ്ങ് നൽകുമാറാകണമേ. മക്കളുടെ ഭാവിയൊക്കെയും ഏറ്റവും അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നൽകുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ദൈവകരങ്ങളിലേക്ക് സമ്പൂർണമായി നമ്മൾക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിന്റെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവെ, രോഗത്താൽ ഭാരപ്പെടുന്നവരെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. വിശേഷാൽ കർത്താവെ, സാലിയാന്റി ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മകളുടെ ശാരീരികമായ അസ്വസ്ഥതകളെയൊക്കെയും സ്വർഗത്തിലെ അപ്പച്ച അങ്ങ് മാറ്റുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ഒരുമിച്ച് കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയദാസിയുടെ മേൽ അങ്ങ് ഇടപെടുമാറാകണമേ. അങ്ങയുടെ കരങ്ങൾ നീട്ടി പരിപൂർണമായ സൗഖ്യം അങ്ങ് നൽകുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് സഭയായി നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റു രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, കിടക്കയിലായിരിക്കുന്നവരുണ്ട്. ദൈവമേ, അങ്ങ് കരങ്ങളെ നീട്ടണമേ. കർത്താവെ, അങ്ങ് സൗഖ്യദായകനാണല്ലോ. കർത്താവെ, അങ്ങ് സൗഖ്യപ്രദായകനാണല്ലോ. കർത്താവെ, അങ്ങയുടെ കരങ്ങൾ നീട്ടി അങ്ങ് സൗഖ്യപ്പെടുത്തുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ സംഘടനകളെ ഒക്കെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ നാളുകളിലൊക്കെയും കർത്താവെ, അവരുടെ പ്രവർത്തനങ്ങളുമൊക്കെയും ദൈവരാജ്യത്തിന് മുഖാന്തരമായി തീരുവാൻ സഹായിക്കണമേ എന്ന് യാചിക്കാം. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. റോബിനച്ഛനെ കുടുംബമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവെ, അച്ഛന്റെ യാത്രയുടെ അറേഞ്ച്മെന്റ്സ് ഒക്കെയും ഏറ്റവും പെട്ടെന്ന് നടക്കുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കുമാറാകണമേ നമുക്ക് അപേക്ഷിക്കാം. ഒരുമിച്ച് കർത്താവെ, ഞങ്ങൾക്ക് ഈ പ്രദേശ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. അച്ഛനെ കുടുംബമായ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളെയും, കുടുംബത്തിന്റെ ആവശ്യങ്ങളെയും വ്യക്തിപരമായ ആവശ്യങ്ങളെയും ഒക്കെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, അങ്ങ് മറുപടി നൽകണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ആവശ്യങ്ങളോട് കൂടെ ഇരിക്കണമേ. കർത്താവെ, മുൻപോട്ട് പോകുവാൻ, മുൻപോട്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ആരാധിപ്പാൻ യോഗ്യനായ, ആരിലും ഉന്നതനായ ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ രോഗക്കിടക്കയിൽ നമുക്ക് സൗഖ്യപ്രദായകനായി വരുന്നതായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അവൻ നമ്മുടെ സർവവും അവൻ മാത്രമാണെന്നുള്ളതായ വലിയ വിശ്വാസത്തിൽ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ഓരോ ആവശ്യങ്ങളെയും, നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും, നമ്മൾ സമർപ്പിച്ചതായ എല്ലാ കാര്യങ്ങളെയും ഏൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം മൗനമായി നമുക്കായിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥിക്കാം. ആരാധ്യനേ, ആരാധ്യനേ, ആരിലും ഉന്നതനായവനേ, ആരാധിക്കുന്നിതാ നിൻ തിരുമുൻപിൽ ആയുസ്സിൻ നാളുകളെല്ലാം. ആരാധ്യനേ, ആരാധ്യനേ, ആരിലും ഉന്നതനായവനേ,
നമ്മുടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് കൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മനസ്സിലുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസിലെ സകല അനുഗ്രഹങ്ങൾക്കും എല്ലാറ്റിനും മേലായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനും ലോകത്തെ വീണ്ടെടുത്ത അതിന്റെ വിലമതിച്ചൂടാത്ത സ്നേഹത്തിനു വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ മാനിടാതെ സേവിക്കുന്നതിനായി ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടത്തലിൽ കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും ഞങ്ങളോട് അപേക്ഷിക്കുന്നു. അവൻ നിനക്കും പരിശുദ്ധാത്മാവും സകല ബഹുമാനവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് ഏകമനസ്സോട് നിങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2-3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവർ അപേക്ഷകൾ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാന്റെ ആഗ്രഹങ്ങളെ അപേക്ഷകളെ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകും വണ്ണം നിവർത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. സർവശക്തനായ ദൈവമേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തരികയും അവനോടുകൂടെയും സകലവും ഞങ്ങൾക്ക് സൗജന്യമായി നൽകുകയും ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസപിതാവേ, ഞങ്ങൾ തിരുമുൻപാകെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന ഈ വഴിപാടുകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ ദേഹം കൊണ്ടും ദേഹം കൊണ്ടും ആത്മാവ് കൊണ്ടും നിന്നെ സത്യമായും സ്വാതന്ത്ര്യമായും സേവിക്കുകയും നിന്റെ സേവയിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം ആനന്ദവും കണ്ടെത്തുകയും ചെയ്യേണ്ടതിന് ഈ ദാനങ്ങളോടുകൂടെ ഞങ്ങളെ തന്നെ നിനക്ക് ഏൽപ്പിച്ചു തരുവാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്ന് കൊല്ലാം. സ്വർഗസ്നായ നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കെടുത്താതെ ദുഷ്ടത ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സഭാംഗമായിരുന്ന ഫേബായും കുമാരനെല്ലൂർ സഭാംഗമായിരുന്ന ഫെന്നും കഴിഞ്ഞ ബുധനാഴ്ച വിശുദ്ധ വിവാഹത്തിലൂടെ കുടുംബജീവിതത്തിൽ ചേർക്കപ്പെട്ടു. ഇവരോടുള്ള സഭയുടെ എല്ലാവിധമായ ആശംസകളും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സൺഡേ സ്കൂള് ഈ ഞായറാഴ്ച മുതൽ ആരംഭിക്കുകയാണല്ലോ. ഓൺലൈൻ സൺഡേ സ്കൂൾ ക്രമീകരിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച അറിയിച്ചിരുന്നു. അത് ഈ ആഴ്ച മുതൽ ആ സൺഡേ സ്കൂൾ ആരംഭിക്കുമ്പോൾ പുതുതായിട്ട് ചേരുവാനുള്ള കുഞ്ഞുങ്ങളൊക്കെയും അവർ സൺഡേ സ്കൂൾ സൂപ്രണ്ടിനെ അത് അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും ഒക്കെ പ്രവേശിക്കുന്നതായ കുഞ്ഞുങ്ങൾ, നഴ്സറിയിലേക്ക് പ്രവേശിക്കുന്നതായ കുഞ്ഞുങ്ങൾ ഒക്കെ അത് അറിയിക്കണമേ. അവർ മാതാപിതാക്കൾ അതിനുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്യണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അക്കാഡമിക് ഇയറും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ നാളുകളിലൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലയിടത്തും പല പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നത്. ഒരു വീട്ടിൽ 2-3 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഗാഡ്ജറ്റ്സിന്റെ പര്യാപ്തത കുറവുണ്ട്. അപ്പോൾ അങ്ങനെയായ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവർ അനേകം ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദയവായിട്ട് അറിയിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. എന്നെ വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ കമ്മിറ്റിയിൽ ആരെങ്കിലും അറിയിക്കുകയോ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കുമെന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ ആരാധനകൾക്ക് ശേഷമൊക്കെ പലരും നമ്മുടെ ഓഫറികളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അവരോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പലരും അതിന്റെ ക്രമീകരണങ്ങൾ എങ്ങനെയാണെന്നും ഈ ദിവസങ്ങളിലൊക്കെ ചോദിച്ചിരുന്നു. നമ്മുടെ പള്ളിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ
ന്യൂസ് ലെറ്റർ നമ്മൾ സോഫ്റ്റ് കോപ്പി അതിലിട്ടിരുന്നു. അതിൽ നമ്മുടെ ബാങ്കിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നോക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുവാൻ സാധിക്കും. നമ്മുടെ സബ്സ്ക്രിപ്ഷനും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. അത് ഉപയോഗിക്കണമേ എന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. നിങ്ങൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മെമ്പർഷിപ്പ് കോഡ് അതിൽ നൽകുകയാണെങ്കിൽ അത് അക്കൗണ്ട് ചെയ്യുവാൻ എളുപ്പമായിരിക്കും. അതിനുശേഷം ആ ഡീറ്റെയിൽസ് ട്രഷറാർക്കോ സെക്രട്ടറിക്കോ നിങ്ങളത് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ കാര്യത്തിൽ അത് വളരെയധികം പ്രയോജനമാണ് എന്ന് ഓർപ്പിക്കും, സഹായകരമായിരിക്കും എന്ന് ഓർപ്പിക്കുന്നു. ഇന്ന് ആരാധനയിൽ ഭവനങ്ങളിൽ ഇരുന്ന് സംബന്ധിച്ച എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ നാമത്തിലുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മൾക്ക് ഒരുമിച്ച് കൂടുവാൻ സാധിക്കുന്നില്ല എങ്കിലും ഒരുമിച്ച് ആയിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം ഇടയാക്കുന്നല്ലോ. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആഴ്ചകളിലും സൂം മീറ്റിംഗ് ക്രമീകരിക്കുന്നതായിരിക്കും. അതിലും എല്ലാവരുടെയും സാന്നിധ്യം ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഈ ദിവസങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും.